ബഹുമാനപ്പെട്ട പ്രിയപ്പെട്ട ചാച്ചൻ, പ്രിയപ്പെട്ടവർ, നമ്മൾ ഇന്ന് ചിങ്ങം 1-ാം തീയതി രാവിലെ ഇവിടെ വന്നത് മുഹമ്മ ഗ്രാമപഞ്ചായത്ത് പ്രദേശം കർഷകൻ്റെ ഒരു നാടാണെങ്കിലും കുട്ടനാട്ടിൽ നിന്ന് വന്ന് ഇവിടെ ചാച്ചൻ തെങ്ങ് വെക്കുന്നുണ്ട്. ഈ വർഷത്തെ ഏറ്റവും മികച്ച കേരകർഷകനുള്ള മുഹമ്മ ഗ്രാമപഞ്ചായത്ത് കൃഷിഭവൻ്റെ അംഗീകാരം നേടിയ ചാച്ചനെ ആദരിക്കുന്നതിന് വേണ്ടിയാണ് അരങ്ങിൻ്റെ പ്രവർത്തകർ ഇന്നിവിടെ വന്നത്. അരങ്ങിൻ്റെ പ്രവർത്തകർ ഒത്തിരി വ്യക്തികളെ ആദരിക്കും. ആ നല്ല കർമ്മങ്ങൾ അന്നേരമാണ് ഈ മുഹമ്മ ഗ്രാമപഞ്ചായത്തിലാണ് 16 വാർഡിൽ ഒത്തിരി കർഷകരുള്ള നാട്ടിൽ തെങ്ങ് കൃഷിയിൽ കൃഷിഭവൻ അംഗീകരിച്ച വ്യക്തി നമ്മുടെ അരങ്ങിൻ്റെ സ്വന്തം അരങ്ങിൻ്റെ പ്രിയപ്പെട്ട ചാച്ചനെ ആദരിക്കുന്നതിന് വേണ്ടിയാണ് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. ചാച്ചന് ഈ മഹനീയമായ ചടങ്ങിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. കഴിഞ്ഞ ദിവസം മനോരമയുടെ ഹെഡിങ്ങിൽ ഇങ്ങനെയായിരുന്നു വാർത്ത: വെളിച്ചെണ്ണയ്ക്കും സ്വർണത്തിനും വില കൂടി എന്നായിരുന്നു ഹെഡിങ്. അപ്പോൾ ആ വെളിച്ചെണ്ണയ്ക്ക് എന്ത് പ്രാധാന്യം ഇപ്പോൾ വന്നു കഴിഞ്ഞു എന്ന് നമ്മൾ ചിന്തിച്ചാൽ ആ വാർത്ത കണ്ടാൽ നമുക്ക് മനസ്സിലാകും. എനിക്ക് എൻ്റെ ചിന്ത പോകുന്നത്, എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ഞാൻ എൻ്റെ ഗ്രാമപ്രദേശം, നമുക്കറിയാം നമ്മുടെ പ്രദേശം ഗ്രാമപ്രദേശമാണ്, ചുരുമണലാണ്. ഈ കഴിഞ്ഞ ദിവസം സന്തോഷ് സാർ പറഞ്ഞ പോലെ എന്ത് നട്ടാലും ഓരോ ദിവസവും എത്ര മഴ വന്നാലും പിറ്റേ ദിവസം നമ്മുടെ ആ ജലാംശം ആ മണ്ണിൽ നിന്ന് വലിഞ്ഞു പോകും. പിറ്റേ ദിവസം തന്നെ നമ്മൾ നനയ്ക്കണം. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ എൻ്റെ അപ്പനൊക്കെ ഉണ്ടായിരുന്ന സ്ഥലത്തെല്ലാം തെങ്ങ് വെച്ച് ആ തെങ്ങിനകത്ത് കിട്ടുന്ന തേങ്ങ കൊണ്ട് എൻ്റെ പെങ്ങന്മാരുടെ കല്യാണം നടത്താനായിട്ടുള്ള സാഹചര്യം ഉണ്ടായ കാര്യം ഞാൻ ഓർക്കുകയാണ്. അതിനകത്ത് ഏറ്റവും പ്രാധാന്യം അന്ന് തെങ്ങ് കെട്ടിക്കൊടുത്ത് സംഘത്തിൽ നിന്ന് കാശെടുക്കാം. ഇന്നത്തെ 10 തെങ്ങ്, എന്നിട്ട് സംഘം വന്ന് ആ തെങ്ങിന് നമ്പരിട്ട് പോകും. എന്നിട്ട് ആ തെങ്ങിലുണ്ടാകുന്ന തേങ്ങ മുഴുവൻ ആ സംഘമാണ് അന്ന് അതിൻ്റെ കടം തീരുന്നത് വരെ സംഘം വന്നാണ് തേങ്ങ ഇട്ടുകൊണ്ട് പോകുക. ഞാൻ ഓർക്കുന്നുണ്ട് എൻ്റെ ആ കാലഘട്ടത്തിലൊക്കെ സാധാരണ ജനങ്ങൾ, അന്നത്തെ ഈ കരപ്പുറത്തുള്ള പാവപ്പെട്ട ജനങ്ങൾ ആശ്രയിച്ചിരുന്നത് തെങ്ങ് കൃഷി. അന്നത്തെ ആശ്രയം മുഴുവൻ ഈ തെങ്ങ് കൃഷിയിലൂടെയാണ്. അപ്പോൾ ഈ സാഹചര്യത്തിൽ നമുക്ക് കാണാം, നമ്മുടെ വീട്ടിൽ ഒരു 1-2 തെങ്ങുണ്ടെങ്കിൽ പോലും ഇപ്പം ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഞാൻ വളരെ ആറ്റുനോറ്റ് വളർത്തിക്കൊണ്ടുവന്ന് നന്നായിട്ട് പിടിച്ചു വന്ന ആ തൈയുടെ കൂമ്പ് കഴിഞ്ഞ ദിവസം ഒടിഞ്ഞു പോയി. എനിക്ക് വളരെ പ്രയാസമായി. ഞാൻ അന്നേരം ചെന്ന് തന്നെ മരുന്ന് വയ്ക്കാനായിട്ടുള്ള ആളിൻ്റെ വീട്ടിൽ പോയി അയാളെ വിളിച്ചുകൊണ്ട് വന്ന് ഞാനത് ചെയ്താൽ ശരിയാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പം ഞാൻ അത്രയും ആ ഒരു തേങ്ങ ഇട്ട് കഴിക്കാനായിട്ടുള്ള ഒരു അവസരം നമുക്കിപ്പോൾ കിട്ടുന്നില്ല എന്നുള്ളതാണ് പരിതാപകരമായ ഒരവസ്ഥ. ഈ കേരവൃക്ഷത്തെ പരിപാലിച്ചു വരുന്ന കേരകർഷകനായ ഞങ്ങളുടെ ചാച്ചന് അനുമോദനങ്ങൾ നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നുണ്ട്. ഇവിടെ കർഷക ദിനമാക്കുന്ന ചിങ്ങം 1 കർഷക ദിനമായിട്ട് കൂടി ആചരിക്കുക. അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ നാട്ടിൽ അന്യം നിന്ന് പോകുന്ന തെങ്ങ് അത് വീണ്ടും ഒരു പുനരുജ്ജീവനത്തിൻ്റെ പാതയിലേക്ക് എത്തിച്ച ചാച്ചിന് 1000 അഭിനന്ദനങ്ങൾ. മുഹമ്മ പഞ്ചായത്ത് തലത്തിലുള്ള അവാർഡ് കിട്ടിയ ചാച്ചിന് നമ്മുടെ അരങ്ങിൻ്റെ പേരിലുള്ള എൻ്റെ പേരിലുള്ള ആശംസകൾ നേരുന്നു. ബഹുമാനപ്പെട്ട ഷാജി തോമസ് നമ്മുടെ മുഖത്ത് നമ്മളിന്ന് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് നമ്മുടെ ചാച്ചനെ ആദരിക്കാൻ വേണ്ടിയാണ്. ചാച്ചൻ എന്ന് പറയുന്നത് ചന്ദ്രൻ കറിവേക്കളം എന്നാണ് യഥാർത്ഥ പേര്. അപ്പോൾ അദ്ദേഹത്തിന് ഇവിടെ ഏറ്റവും നല്ല കർഷകൻ, നാളികേര കർഷകനുള്ള അവാർഡ് പഞ്ചായത്ത് എടുത്ത് എഴുതിക്കുകയാണ്. കുട്ടനാട്ടിൽ നമ്മുടെ കായലും പാടങ്ങളും എല്ലാം വിട്ട് ഇവിടെ വന്ന് നമ്മുടെ ഈ ചുരുമണലിൽ വന്ന് തെങ്ങ് കൃഷി ചെയ്ത് അതിനൊരു അവാർഡ് നേടുക വലിയൊരു ഭാഗ്യം. കാരണം ഇവിടെ ജനിച്ചപ്പോൾ നമുക്ക് പോലും സാധിക്കാത്തൊരു കാര്യമാണ്. ഈ കുട്ടനാട്ടുകാരനായ ഒരാൾ ഇവിടെ വന്ന് ഈ തെങ്ങ് കൃഷി ചെയ്ത് അവാർഡ് നേടിക്കാത്തതിന് ഞാൻ കൃത്യം നന്ദി അറിയിച്ചുകൊണ്ട് വെക്കുന്നു. ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക എന്നത് ഈ കൃഷിയുമായി ബന്ധപ്പെട്ടായിരുന്നു തലമുറ. അതിൽ പ്രത്യേകിച്ച് നാളികേര കൃഷിക്ക് വലിയ പ്രാധാന്യം ഉണ്ടായിരുന്നു. അത് ഏറ്റവും അടിത്തട്ടിലെ ജനങ്ങൾ, ഏറ്റവും താഴെത്തട്ടിലെ ജനങ്ങൾ, അവർ 10 സെൻറ്റ് ഭൂമി ഉണ്ടെങ്കിൽ ആ ഭൂമിയിൽ പരമാവധി തെങ്ങ് വെക്കുകയും ആ തെങ്ങിനെ നന്നായി പരിപാലിക്കുകയും അതിൽ നിന്ന് കിട്ടുന്ന വേതനം കൊണ്ട് ഉപജീവനം നടത്തുകയും ഈ പറഞ്ഞ പോലെ ബ്രഹ്മക്കളുണ്ടെങ്കിൽ അവരെ വിവാഹം ചെയ്തു വിടുക എന്നുള്ള ഒരു കടമ ഒരു തലമുറ ചെയ്തിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ നാളികേരം എന്നുള്ളത് നമുക്ക് അന്യമായിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥാവിശേഷമാണ് നമ്മുടെ നാട്ടിൽ പോകുന്നത്. ഉള്ള നാളികേരത്തെ നമുക്ക് പരിപാലിക്കാൻ പറ്റുന്നില്ല, തെങ്ങുകളെ നമുക്ക് വേണ്ട വിധത്തിൽ പരിപാലിക്കാൻ പറ്റുന്നില്ല. അഥവാ ഉള്ള തെങ്ങുകളിൽ നിന്ന് വേണ്ടുന്ന രീതിയിലുള്ള കായ്ഫലങ്ങൾ നമുക്ക് ലഭിക്കാതെ വരുന്നുണ്ട്. ഒപ്പം തന്നെ അന്യ സംസ്ഥാനങ്ങളിൽ നമ്മളെക്കാൾ മെച്ചത്തിലുള്ള രീതിയിൽ നാളികേരം അവിടെ നിന്ന് ഉത്പാദിപ്പിക്കുകയും നമുക്ക് ഇവിടെ എത്തിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥാവിശേഷം നമ്മുടെ മുമ്പിലുണ്ട്. ഈ ഒരു സന്ദർഭത്തിൽ ചാച്ചനെ പോലുള്ള ആളുകൾ, കാരണം ആ ജീവിതത്തിൽ അദ്ദേഹത്തെ നമ്മൾ ഒന്ന് പരിശോധിക്കുമ്പോൾ അദ്ദേഹം
ഊർജ്ജസ്വലനാണ്. ഈ സമയത്ത് ഊർജ്ജസ്വലതയാണ് അദ്ദേഹത്തിൻ്റെ. അത് തൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ മാത്രമല്ല അദ്ദേഹം മുന്നോട്ട് പോകുന്നത്, സമൂഹവുമായിട്ട് ബന്ധപ്പെട്ട് മറ്റു കാര്യങ്ങളിലുമൊക്കെ ആ ജീവിതം ഇഴുകി നിൽക്കുകയാണ്. അപ്പം നമുക്കെല്ലാം ഒരു മാതൃകയാണ്. നമുക്കൊരു ബഹുമാന്യനായ അരങ്ങിൻ്റെ പ്രസിഡന്റ്, ബഹുമാന്യനായ അതിൻ്റെ അമരത്ത് നിൽക്കുന്ന ചോമിച്ചൻ, ജീമോൻ, വിനോദ്, സാഗർ സാറ്, സെൽവരാജ്, പ്രിയമുള്ള അംഗങ്ങളെ, എനിക്ക് ഇങ്ങനെ ഒരു അവസരം തന്ന അരങ്ങിനോട് എന്നും എനിക്ക് കൃതജ്ഞത എന്ന് പറഞ്ഞാൽ മനസ്സിന് ഇപ്പം നല്ല കുളിർമ തോന്നിയ സമയമാണ്. എന്താണെന്ന് ചോദിച്ചാൽ ഒരിക്കലും മായാത്ത ഒരു അനുഭവം അരങ്ങ് തന്നതിൽ എനിക്ക് അത് അരങ്ങിനോടുള്ള അഗാധമായ നന്ദി രേഖപ്പെടുത്തുന്നു. നന്ദി, നമസ്കാരം.